കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരായിരുന്ന പ്രധാന സഖാക്കളില്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനും ആദ്യ വനിതാ മന്ത്രി ഗൗരിയമ്മയും നിയമസഭാ ചരിത്രത്തിൽ എഴുതിച്ചേർത്ത സുവർണ ലിപികളാലുള്ള ചരിത്രം നമുക്ക് വിസ്മരിക്കാനാവില്ല. സ്വാഗതം പോൾ പോട്ടിലേക്ക്. കേരള രാഷ്ട്രീയത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു തീർത്ത ജനകീയ നേതാവായിരുന്നു വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ്, വി എസ് എന്ന മുഖ്യമന്ത്രി എന്നീ നിലകളിൽ ജനഹൃദയങ്ങളിൽ ആ പേർ ഇടം പിടിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിൽ ഒന്നാണ് 1946 ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം. ഈ സമരത്തിന്റെ മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു വി എസ്. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാണ് തുടങ്ങുന്നതെങ്കിലും 1967, 70, 91, 2001, 2006, 2011, 2016 വർഷങ്ങളിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 1996 മാരാരിക്കുളത്ത് വി എസ് അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. 82-ാം വയസ്സിലാണ് 12-ാം നിയമസഭയിലേക്ക് വി എസ് മുഖ്യമന്ത്രിയായി എത്തുന്നത്. 2011-ലെയും 2016-ലെയും തെരഞ്ഞെടുപ്പുകളിൽ LDF പ്രചാരണത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്ന വി എസിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ കാതോർത്തിരുന്ന തെരഞ്ഞെടുപ്പ് കാലം മലയാളികൾക്ക് മറക്കാനാകില്ല. രാഷ്ട്രീയ എതിരാളികൾ പോലും വി എസിന്റെ വാക്കുകൾക്കായി കാത്തിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു വി എസ് അവസാനമായി പ്രചാരത്തിനിറങ്ങിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനാരോഗ്യത്തെ തുടർന്ന് വി എസ് മാറി നിന്നു. 2025 ജൂലൈ 21 101-ാം വയസ്സിലായിരുന്നു വി എസിന്റെ അന്ത്യം. 11-ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും 12-ാം നിയമസഭയിലെ മുഖ്യമന്ത്രിയായും കേരള രാഷ്ട്രീയ ചിത്രം മാറ്റിയെഴുതിയ വി എസിനോളം ജനകീയനായ മറ്റൊരു നേതാവ് അപൂർവം. കേരള ചരിത്രത്തിന് നഷ്ടമായ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം വനിതാ അംഗമായിരുന്ന സഖാവ് ഗൗരിയമ്മ. 1980-കളിലെ സംസ്ഥാന ഭരണ ചരിത്രം പഠിപ്പിച്ചു തരുന്നത് അതാണ്. 1957 നടന്ന ഐക്യ കേരളത്തിലെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നേതാവായിരുന്നു KR ഗൗരിയമ്മ. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ റവന്യൂ, എക്സൈസ്, ദേവസ്വം വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി അധികാരമേറ്റു. 1994 CPIM-ൽ നിന്നുള്ള ഗൗരിയമ്മയുടെ പുറത്താക്കലും തുടർന്ന് JSS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളായിരുന്നു. 2021 മെയ് 11 102-ാം വയസ്സിലായിരുന്നു ഗൗരിയമ്മയുടെ അന്ത്യം. തികഞ്ഞ രാഷ്ട്രീയ ധാരണയുള്ള ജനനേതാക്കളായി വളർന്ന് ജനങ്ങളെ ഒപ്പം കൂട്ടിയ കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രങ്ങളില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണ് കേരളം അഭിമുഖീകരിക്കുന്നത്.